നമ്മുടെ സബ്ജക്ട് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ടീം എയും ടീം ബിയും. ഓക്കെ, നമുക്ക് ടീം എയും ടീം ബിയും രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഈ ടീം എയും ടീം ബിയും കൂടി ചേരുമ്പോഴാണ് സക്സസ് ഉണ്ടാവുക. നിങ്ങൾ ടീം എനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത വെരി വെരി ലെസ് ആണ്. നിങ്ങൾ നോക്കി ഇവിടെ 8 സബ്ജക്ട് ഉണ്ട് ടീം എയിൽ. ഓക്കെ, നമ്മൾ സിലബസിനെ ടീം എയും ടീം ബി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 8 സബ്ജക്റ്റ് ആണ് ഇവിടെ ടീം എയിലുള്ളത് അല്ലെ. 8 സബ്ജക്റ്റുകൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 8ഉം പിന്നെ ഹിസ്റ്ററിയിൽ നമുക്ക് വീണ്ടും 9, 10, 11 എണ്ണം ഉണ്ട് അല്ലെ. ഈ 11 ടീം എയിലുള്ള 11 സബ്ജക്റ്റുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് 50 മാർക്ക് കിട്ടും. അതേപോലെ തന്നെ ടീം ബി ഇംഗ്ലീഷ്, മലയാളം, മാത്സ് 3 സബ്ജക്റ്റിൽ പഠിച്ചാൽ നിങ്ങൾക്ക് 50 മാർക്ക് കിട്ടും. സീ ദ ഡിഫറൻസ്. ഇത്രയും കൂടുതൽ പഠിച്ചു കിട്ടുന്ന 50 മാർക്കാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ, അല്ലെങ്കിൽ ഇത് 3 പഠിച്ചു കിട്ടുന്ന 50 മാർക്കാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുക? ഞാൻ അതാണ് നിങ്ങളുടെ